കസിൻസിന്റെ കളിക്കോൾ. വൈഗ അവളുടെ ഇഷ്ടപ്പെട്ട പരവതാനിയിലിരുന്ന് ടാബ്ലറ്റിന്റെ സ്ക്രീനിൽ തട്ടിക്കളിക്കുകയായിരുന്നു. റിങ് റിങ്. ആദ്യം കുഞ്ചുവിന്റെ മുഖം തെളിഞ്ഞു, പിന്നെ അമ്മുവിന്റെ മുഖം. ആകാശത്ത് രണ്ട് സന്തോഷമുള്ള നക്ഷത്രങ്ങൾ വന്നതുപോലെ. ഹായ്. വൈഗ കൈവീശി. ഇന്നെനിക്കൊരു പഴയ പെട്ടി കിട്ടി. വൈഗ ചിരിച്ചുകൊണ്ട് ഒരു പൊടിപിടിച്ച ചതുരം ഉയർത്തിക്കാട്ടി. ഇതിൽ പാമ്പും കോണിയും എന്നൊരു കളിയുണ്ട്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അമ്മു ഒരു ചിരിയോടെ അവളെ നോക്കി. അതിന്റെ നിയമങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അമ്മു സന്തോഷത്തോടെ പറഞ്ഞു. ഇതൊരു വലിയ മല കയറുന്നതുപോലെയുള്ള ഓട്ടമത്സരമാണ്. ആദ്യം എല്ലാവരും അവരുടെ കളിയിലെ കഷ്ണം 1 എന്ന സംഖ്യയുടെ മുകളിൽ, അതായത് തുടക്കത്തിൽ വെക്കുക. കുഞ്ചു തലയാട്ടി സമ്മതിച്ചു. അടുത്തതായി നിങ്ങൾ ഊഴമനുസരിച്ച് ഒരു ഡൈ ഉരുട്ടണം, അമ്മു തുടർന്നു. കിട്ടുന്ന സംഖ്യ എത്രയാണോ അത്രയും കള്ളി മുന്നോട്ട് നീങ്ങുക. ആരാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഭാഗ്യ ബോണസ് കിട്ടും. ഒരിക്കൽ കൂടി ഡൈ ഉരുട്ടാം. ഇനി സൂപ്പർ രസമുള്ള ഭാഗം, കോണികൾ. കുഞ്ചു സന്തോഷത്തോടെ പറഞ്ഞു. നിങ്ങളുടെ കഷ്ണം ഒരു കോണിയുടെ താഴെ കറക്റ്റായി ചെന്നിറങ്ങിയാൽ ഹൂഷ്, ഒറ്റയടിക്ക് മുകളിലേക്ക് കയറാം. അമ്മു കണ്ണുകൾ വിടർത്തി കളിയായി പറഞ്ഞു. എന്നാൽ പാമ്പുകളെ സൂക്ഷിക്കണം. നിങ്ങളൊരു പാമ്പിന്റെ തലയിൽ ചെന്നിറങ്ങിയാൽ അതിന്റെ വാലുവരെ താഴേക്ക് പിന്നിലേക്ക് ഊർന്നിറങ്ങും. നിങ്ങൾ കഷ്ടപ്പെട്ട് കയറിയതൊക്കെ അപ്പോൾ ഇത് നല്ല ഭാഗ്യത്തിന്റെയും ചീത്തഭാഗ്യത്തിന്റെയും ഒരു കൂട്ടാണല്ലേ? വൈകത്താടിയിൽ കൈവച്ചാലോചിച്ചു. ഞാൻ എങ്ങനെയാണ് ഈ ഓട്ടം ജയിക്കുക? അമ്മു കൈകൊണ്ട് സ്ക്രീനിലേക്ക് ആംഗ്യം കാണിച്ചു. 100 എന്ന അവസാനത്തെ കള്ളിയിൽ ആദ്യം ചെന്നെത്തുന്ന ആളാണ് കളി ജയിക്കുക. വൈക ചാടി എഴുന്നേറ്റു. ബോർഡ് മുറുകെ പിടിച്ചു. ശരി, ഡൈ എങ്ങനെ ഉരുട്ടണമെന്ന്, കോണികൾ എങ്ങനെ കയറണമെന്ന്, പാമ്പുകളെ എങ്ങനെ സൂക്ഷിക്കണമെന്ന് എനിക്കിപ്പോൾ അറിയാം. നന്ദി അമ്മുവും കുഞ്ചുവും. പോയി കളിക്ക് വൈക. വലിയ സംഖ്യകൾ കിട്ടട്ടെ, കുഞ്ചു പറഞ്ഞു. അമ്മു കൂട്ടിച്ചേർത്തു. ഓർക്കുക, വലിയ പാമ്പിലൂടെ താഴേക്ക് ഊർന്നിറങ്ങിയാലും നിങ്ങൾ എഴുന്നേറ്റ് വീണ്ടും ശ്രമിക്കണം. അതാണ് കളിയുടെ ഏറ്റവും നല്ല ഭാഗം. വൈഗ സ്ക്രീനിലേക്ക് ഒരു ഉമ്മ കൊടുത്തു. കോൾ അവസാനിപ്പിച്ചു. ഇനി കളിക്കാനുള്ള സമയമായി. അവൾ ഡൈ കൈയിലെടുത്തു. ഭാഗ്യത്തിന്റെയും കൗശലത്തിന്റെയും തെന്നിമാറുന്ന സർപ്രൈസുകളുടെയും ആ ആവേശകരമായ ഓട്ടത്തിനായി തയ്യാറായി.